ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് സെലിബ്രിറ്റി പെർഫ്യൂംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്ന പെർഫ്യൂംസിന്റെ ഒരു വീഡിയോ ചെയ്യോ എന്നുള്ളത്. ഞാൻ മുമ്പ് ഒന്ന് രണ്ട് തവണ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചിരുന്നു. പിന്നീട് എനിക്ക് കണ്ടു നോക്കിയപ്പോൾ അത്ര കൺവിൻസ്ഡ് ആയിട്ട് തോന്നിയില്ല. അത് വേണ്ടത്ര ഒരു ഇൻഫർമേഷൻ ആ വീഡിയോയിൽ ഉണ്ട് എന്ന് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്ത വീഡിയോ വീണ്ടും ഡിലീറ്റ് ചെയ്യാൻ ചെയ്തത്, പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് കുറച്ച് പെർഫ്യൂംസ് നോക്കാം. ഇതെല്ലാം ഞാൻ നെറ്റിൽ നിന്ന് സോഴ്സ് ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഫോണിൽ ജസ്റ്റ് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാണ്. അതല്ലാതെ ഞാൻ പ്രൊഡക്ട്സ് എടുത്ത് കാണിക്കുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം ഓരോരുത്തരുടെ ഒരു ഇഷ്ടപ്പെട്ട പെർഫ്യൂംസ് ഏതാണ് എന്നുള്ളത്. ഇതൊന്നും 100% അവർ ഇത് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുക എന്ന് കരുതരുത്. ഓരോ സെലിബ്രിറ്റീസും ഇഷ്ടപ്പെടുന്ന പെർഫ്യൂംസിൽ ഒരെണ്ണമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഒരു സെലിബ്രിറ്റി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ടോം ക്രൂസിനെ പറയുകയാണെങ്കിൽ ടോം ക്രൂസ് ജീവിതത്തിൽ മൊത്തം ഈ ഒരു പെർഫ്യൂം തന്നെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ആ ഒരു ധാരണ മാറ്റി വെച്ചിട്ട് അദ്ദേഹം യൂസ് ചെയ്യുന്ന പെർഫ്യൂമുകളിൽ ഒരെണ്ണം എന്നുള്ളത് അങ്ങനെ ഇതിനെ കാണുക. പിന്നെ മാത്രമല്ല നമ്മൾ ഈ പെർഫ്യൂംസ് യൂസ് ചെയ്തതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ആ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ പിന്നെ ആളുകൾ അവരെ എങ്ങനെ കാണുന്നു ആ രീതിയിൽ നമ്മളെ കാണും എന്നും കരുതരുത്. കാരണം അവരുടെ വേ ഓഫ് ലിവിങ്ങും അവരുടെ എല്ലാം ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഒരു കോമൺ മാനിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് അവരും ജീവിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വെച്ചിട്ടും ഞാനിപ്പോൾ ടോം ക്രൂസിന്റെ പെർഫ്യൂം യൂസ് ചെയ്താൽ ആൾക്കാർ എന്നെ ടോം ക്രൂസ് ആയിട്ട് കണ്ട് ഓടി വരും എന്നൊന്നും കരുതണ്ട. അങ്ങനെയുള്ള ഒരു പെർസെപ്ഷനും വേണ്ട. ജസ്റ്റ് നമ്മൾ അവരെന്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കുക. എന്തായാലും ഞാൻ പഠിച്ച് നീട്ടിക്കൊണ്ടുപോകണില്ല. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതിലുള്ളത് PS ബ്രോസ്നാനാണ്. നമ്മുടെ പഴയ ജെയിംസ് ബോണ്ട് PS ബ്രോസ്നാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഇതിൽ കാണിക്കുന്നത് ക്രീഡിന്റെ ഈ ക്രീഡാണ്. ഗ്രീൻ ഐറിസ്റ്റീഡ് എന്ന പെർഫ്യൂമാണ് PS ബ്രോസ്നാൻ യൂസ് ചെയ്യുന്നത്. PS ബ്രോസ്നാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം എൻ്റെ മനസ്സിലെ ഒരു ജെന്റിൽമാൻ. ഞാൻ എപ്പോഴും ഒരു ജെന്റിൽമാൻ എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ ആദ്യം വരുന്ന ആള് PS ബ്രോസ്നാനാണ്. സോ ആ ഒരു നിങ്ങൾക്ക് വോൾഡിസ് നോട്ടിനഫ്, ഗോൾഡൻ ഐ, പിന്നെ ഡൈ അനദർ ഡേ അങ്ങനെയുള്ള പടങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ. എനിക്ക് അത്രയും ഒരു ലുക്ക് ഡാനിയൽ ക്രേഗിനെ തോന്നിയിട്ടില്ല. PS ബ്രോസ്നാൻ ആയിരുന്നു എൻ്റെ മൈൻഡിലെ ഒരു ഒരു ജെന്റിൽമാൻ. ഞാൻ അതിന്റെ ശേഷം അദ്ദേഹം ജെയിംസ് ബോണ്ട് വിട്ടതിന്റെ ശേഷവും ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു ഫിലിം റിലീസായിരുന്നു, ഒരു മാമാ മിയ എന്നുള്ള ഫിലിം ഉണ്ടല്ലോ. അപ്പോൾ വെറുതെ പോയിട്ട് കണ്ടു. ഇത് ബ്രോസ്നാനെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ആ സിനിമക്ക് പോയി കണ്ടിരുന്നു. എനിക്കത് മാമാ മിയ ആ സോങ്സ് ഉണ്ടല്ലോ, മറ്റേ അബ്ബയിലെ സോങ്സ് ആണ് അതിലിങ്ങനെ പറയുന്നത്. ഇതൊന്നും അറിയാതെ ബ്രോസ്നാനെ കാണാൻ വേണ്ടി മാത്രം ഞാൻ വെറുതെ പോയിരുന്ന തിയേറ്ററിൽ ഒരു ഐഡിയ ഇല്ലാതെ കണ്ടുപോകുന്നതാണ്. ജസ്റ്റ് അദ്ദേഹത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട്. സോ അദ്ദേഹം യൂസ് ചെയ്യുന്നത് നമ്മൾ പറയുന്ന ആ ഒരു ജെന്റിൽമാൻ ലുക്കിന് പറ്റിയ ക്രീഡ് ഗ്രീൻ ഐറിസ്റ്റീഡ്, അഥവാ നമ്മുടെ ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിന്റെ ഫാദർ, അതായത് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ഇൻസ്പയർ ചെയ്ത് വന്നിട്ടുള്ളത് ഗ്രീൻ ഐറിസ്റ്റീഡ് എന്നാണ്. സോ അതാണ് ഫസ്റ്റ് പെർഫ്യൂം. നെക്സ്റ്റ് വൺ നമ്മുടെ പഴയ ചോക്ലേറ്റ് ബോയ് ആയിട്ടുള്ള ലിയനാർഡോ ഡിക്കാപ്രിയോ യൂസ് ചെയ്യുന്നത്, അതായത് ടൈറ്റാനിക്കിലെ ജാക്ക്. അദ്ദേഹം യൂസ് ചെയ്യുന്നത് ഓഡെ ഹാർഡ്രിക് പെർഫ്യൂമാണ്. സോ ഇത് എങ്ങനെയാണ് അത് കാണുന്നില്ലല്ലോ അല്ലേ? ഓക്കെ, അദ്ദേഹം യൂസ് ചെയ്യുന്നത് ഓഡെ ഹാർഡ്രിക് പെർഫ്യൂമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹ്യൂഗ് ജാക്ക്മാൻ യൂസ് ചെയ്യുന്നതാണ്. ഹ്യൂഗ് ജാക്ക്മാൻ ടോം ഫോർഡ് ഗ്രേ വെറ്റിവർ ആണ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ബ്രാഡ് പിറ്റ് യൂസ് ചെയ്യുന്നത് മസ്ക് ലൊറൻസോ പെർഫ്യൂമാണ്. ബ്രാഡ് പിറ്റ് ഇതാണ് കേട്ടോ. ഓക്കെ, അതാണ് മസ്ക് ലൊറൻസോ. ഓക്കെ, അതാണ് ബ്രാഡ് പിറ്റ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് അന്റോണിയോ ബണ്ടേറാസിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം അദ്ദേഹത്തിന്റെ ഓൺ പെർഫ്യൂമാണ്. അദ്ദേഹത്തിന്റെ നമ്മുടെ ബ്ലൂ സെലക്ഷൻ അതെൻ്റെ കയ്യിൽ 2 ഇരിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് ഉള്ള ഒരെണ്ണമാണ്. പക്ഷെ അദ്ദേഹം യൂസ് ചെയ്യുന്നത് അതല്ല. അദ്ദേഹം യൂസ് ചെയ്യുന്നത് ക്രിസ്ത്യൻ ഡിയോറിന്റെ സവാഷ് പെർഫ്യൂമാണ്. അത് പഴയ ഡിയോർ സവാഷിന്റെ മുന്നുള്ള പഴയ സവാഷ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് 1970s 80s എങ്ങാനും വന്നൊരു പെർഫ്യൂമാണത്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഫ്രാഗ്രൻസ് ആണ്. അതായത് ഒരു ഫ്രഷ് സ്പൈസി നോട്ട്സ് വരുന്ന നമ്മളെ ചില ഡിയോഡറൻറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സ്മെല്ലാണ് അതിലുള്ളത്. സോ അദ്ദേഹം മേ ബി ആ ഒരു ഓൾഡൻ സ്റ്റൈൽ പിടിക്കുന്ന ആളായിരിക്കും. അന്റോണിയോ ബണ്ടേറാസിനെ പറയുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ഡെസ്പെറാഡോ എന്നുള്ള മ്യൂസിക് ജസ്റ്റ് ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയോളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഉള്ളവരാണ്. സോ നെക്സ്റ്റ് അർണോൾഡ്, നമ്മുടെ ടെർമിനേറ്റർ അർണോൾഡ്, ടെർമിനേറ്റർ ഒക്കെ അഭിനയിച്ച് അർണോൾഡിന്റെ ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഗെർലാൻഡ് വെറ്റിവർ ആണ്. സോ ഇങ്ങനെയാണ് സാധനം വരുന്നത്. നല്ല പെർഫ്യൂമാണോ, അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ പെർഫ്യൂമാണ്. ഗെർലാൻഡ് വെറ്റിവർ ആണ് അർണോൾഡ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഞാൻ വെറുതെ സിഗ്നേച്ചർ പെർഫ്യൂം ഓഫ് ടോം ക്രൂസ് എന്ന് അടിച്ചു വയ്ക്കുന്നതാണ്. ടോം ക്രൂസും ഓഡെ ഹാർഡ്രിയും പെർഫ്യൂമെന്റാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഒരുപാട് സ്ഥലത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ,
അപ്പോൾ ഇനി ടൈലർ സ്വിഫ്റ്റ് യൂസ് ചെയ്യുന്നത് പിന്നെ ഫ്ലവർ ബോംബാണ്. നമ്മുടെ വിക്ടർ ആൻഡ് റോൾഫ് ഫ്ലവർ ബോംബാണ് ടൈലർ സ്വിഫ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ടൈലർ സ്വിഫ്റ്റിൻ്റെ ഞാൻ വേറെയും കണ്ടിട്ടുണ്ട്, അവർ വേറെ ഏതൊരു പെർഫ്യൂം കൂടി യൂസ് ചെയ്യുന്നതായിട്ട്. ഐശ്വര്യ റായ് യൂസ് ചെയ്യുന്നത് ക്ലിനിക് ഹാപ്പി ഫോർ വിമൺ, അതിൻ്റെ ഫീമെയിൽ വേർഷനാണ് യൂസ് ചെയ്യുന്നത്. അത് മിക്ക സ്ഥലങ്ങളിലും ക്ലിനിക് ഹാപ്പി വിമൺ ആണ് ഐശ്വര്യ റായിൻ്റെ പെർഫ്യൂമായിട്ട് പറയുന്നത്. അത് നല്ല പെർഫ്യൂമാണ്, ആ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് വരുന്ന പെർഫ്യൂം. പിന്നെ അർജുൻ കപൂർ യൂസ് ചെയ്യുന്നത് ടോം ഫോർഡ് ഓംബർ ലെതർ ആണ്, അതും നല്ല പെർഫ്യൂം തന്നെയാണ്. അത് ടോം ഫോർഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഉള്ളവരാണ് ഓംബർ ലെതർ. സാറ അലി ഖാൻ യൂസ് ചെയ്യുന്നത് ഷനേൽ നമ്പർ 5 ആണ്. അപ്പോൾ ഈ ഡാറ്റ എവിടുന്നാണ്, ഈ ബോളിവുഡിൻ്റെ ഡാറ്റ എവിടെന്ന് വെച്ചാൽ ഇത് വോഗ് എന്ന് കിട്ടിയതാട്ടോ. സാറ അലി ഖാൻ ഷനേൽ നമ്പർ 5 ആണ് യൂസ് ചെയ്യുന്നത്, കുറച്ചൊരു ഓൾഡ് സ്കൂൾ പെർഫ്യൂമാണ്. നെക്സ്റ്റ് ഷാഹിദ് കപൂർ യൂസ് ചെയ്യുന്നതും ക്രീഡിൻ്റെ ഗ്രീൻ ആറിസ്റ്റീഡാണ്. ഷാഹിദ് കപൂറും എന്താ പറയുക, ആ ഒരു മാൻലി ലുക്കിലേക്ക് പോയി. പ്രിയങ്ക ചോപ്ര പിന്നെ ഓൾറെഡി പല വീഡിയോസിൽ നമുക്ക് അറിയുന്നതാണ്, ട്രസാഡി ഡോണ പെർഫ്യൂമാണ് പ്രിയങ്ക ചോപ്രൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം. പിന്നെ സോനം കപൂർ യൂസ് ചെയ്യുന്നത് ബൈറഡോ ജിപ്സി വാട്ടർ. ഇപ്പം ഞാൻ ഈ ഒരു ബൈറഡോ ജിപ്സി വാട്ടറിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാതെ വയ്യ. ഞാൻ ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് സെലിബ്രിറ്റീസ്, ഈവൻ ഹോളിവുഡിൽ നിന്നാണെങ്കിലും നമ്മളെ ബോളിവുഡിൽ നിന്നാണെങ്കിലും അല്ലാത്തുള്ള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ജിപ്സി വാട്ടർ. മോസ്റ്റ്ലി ലേഡീസ്, അതിൽ കുറേ പേരുടെ ഞാൻ കണ്ടു. പിന്നെ ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടതെന്ന് വെച്ചിട്ട് ജസ്റ്റ് 1-2 എടുത്തു എന്നുള്ളൂ. അപ്പോൾ ജിപ്സി വാട്ടറും പിന്നെ അതേപോലെ തന്നെ ജെൻസിൻ്റെയിലാണെങ്കിൽ ഷനേൽ അല്ലൂറിങ്ങും, ഇത് രണ്ടുമാണ് ഞാൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കണ്ട പെർഫ്യൂംസ്. സോ ഇനി രൺവീർ സിംഗ് യൂസ് ചെയ്യുന്നത് അഡ്കിൻസൺസ് ഊദ് സേവ്, ഈ പെർഫ്യൂമാണ് രൺവീർ സിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ ദീപിക പദുക്കോൺ യൂസ് ചെയ്യുന്നത് നാർസിസോ റോഡ്രിഗസ് ഫോർ ഹെർ, നല്ല പെർഫ്യൂമാണ്. പിന്നെ കേറ്റ് ബോസ്വർത്ത് യൂസ് ചെയ്യുന്നത് കേറ്റ് ബോസ്വർത്തും ജിപ്സി വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ആഞ്ചലീന ജോലി, നമ്മുടെ പഴയ ആഞ്ചലീന ജോലി യൂസ് ചെയ്യുന്നത് പിന്നെ ഹിസ്റ്റോറിയസ് ഡീ പെർഫ്യൂംസ് എന്ന പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിക്ടോറിയ ബെക്കാം യൂസ് ചെയ്യുന്നത് വിലാം റൂം സർവീസ്. ഞാനൊരു വീഡിയോ ഇതിന് മുന്നേ ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. വിക്ടോറിയ ബെക്കാമിൻ്റെ ഈ റൂം സർവീസിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല, അപ്പോൾ ഞാൻ എന്തോ ഒരു റൂം ഒരു വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റൂം സർവീസാണ് വിക്ടോറിയ ബെക്കാമിൻ്റെ പെർഫ്യൂം. പിന്നെ റോസി ഹണ്ടിങ്ടൺ യൂസ് ചെയ്യുന്നതും ജിപ്സി വാട്ടർ തന്നെ ഉണ്ടോ. ജിപ്സി വാട്ടർ ഇപ്പോൾ 3 പേരായി ഇതിൽ, ഞാൻ എടുത്തതിൽ തന്നെ ഉണ്ട്. റിഹന്ന, അടുത്തത് റിഹന്നയാണ്. റിഹന്നൻ്റെത് കില്ലിങ് മീ സ്ലോലി പെർഫ്യൂമാണ്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ എവിടുന്നോ ഒരു ക്ലിപ്പ് കണ്ട ഒരു ഓർമ്മയുണ്ട്, റിഹന്ന അങ്ങനെ പറയുന്നതായിട്ട് കില്ലിങ് മീ സ്ലോലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ബിയോൺസിൻ്റെ ആണ്. സോ ബിയോൺസെ യൂസ് ചെയ്യുന്നത് കിലിയൻ ഏഞ്ചൽ ഷെയറാണ്. സോ കിലിയൻ ഏഞ്ചൽ ഷെയറൊക്കെ പിന്നെ നമുക്ക് ഫ്രാഗ്രൻസ് അറിയുന്നതാണ്, ആ ഒരു സ്വീറ്റ് ബൂസി ഫ്രാഗ്രൻസ് വരുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് സെലിബ്രിറ്റി പെർഫ്യൂംസ് നമുക്ക് പരിചയമുള്ളത്. ഇനിയും കുറച്ച് സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ നോക്കാനുണ്ട്. എന്തായാലും നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. എത്രത്തോളം ഹെൽപ്ഫുൾ ആവും എന്നത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് ഇങ്ങനെ റെഫർ ചെയ്തിട്ട് എടുക്കാം കുറച്ച് പ്രോഡക്റ്റ്സ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.